ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G ആണ് വണ്ടി. സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. സെൽഫ് കംപ്ലൈൻ്റ് ഉണ്ട്, സെൽഫിൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. പിന്നെ കൂട്ടത്തിൽ കൂടെ ജനറൽ സർവീസ് ചെയ്യുക, പിന്നെ വാട്ടർ സർവീസ് ഒന്ന് ഓപ്പണായിട്ട് കഴുകുക, എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം അവർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. സെൽഫ് അടിക്കുന്നുണ്ടായി, സെൽഫ് ഒട്ടും കൊടുക്കണില്ല. പിന്നെ അതേപോലെ തന്നെ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ വെട്ടൽ, ഫ്രണ്ട് ടയർ നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് തോന്നിയ കംപ്ലയിൻറ്റ് കേട്ടോ. പിന്നെ നമ്മളത് വർക്കിനായിട്ട് കയറ്റിയിട്ടുണ്ട്. വർക്കിനായിട്ട് കയറ്റി നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണേ, പക്ഷേ അതിൻ്റെ അഡ്ജസ്റ്റിങ്ങും മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. പരമാവധി ഉപയോഗിച്ച് തീർന്ന ഒരവസ്ഥയിലേക്കാണ് നിൽക്കണം. ഏകദേശം ഇത്രത്തോളം കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് ഇട്ടാലും കൂടി ഒന്ന് നിസ്സാര ദിവസങ്ങൾ കൂടി നമുക്ക് കിട്ടുള്ളൂ. ചിലപ്പോൾ ഒരു മാസമൊക്കെ കഷ്ടിയാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ലൈനർ കൂട്ടത്തിൽ കൂടെ മാറ്റി പോകണമാണ് നല്ലത് കേട്ടോ. പിന്നെ കൂട്ടത്തിൽ കൂടെ നമ്മളതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. വീലിൻ്റെ ഷാഫ്റ്റ് ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാഗിലത്തെ ടയറിൻ്റെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. വലിയ പഴക്കമായിട്ടില്ല. പക്ഷേ എന്ന് വെച്ചാൽ നമുക്കത് ഈ സൈഡൊക്കെ നോക്കുമ്പോൾ ഈ സൈഡ് ലോഡായിട്ട് കിടന്ന് വണ്ടി ഓടിയിട്ടുണ്ട്. അത് ആ ഫ്രണ്ടിലത്തെ ടയറുമായി ബന്ധപ്പെട്ട് വന്നാണ് കംപ്ലയിൻ്റ് ആണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ തൽക്കാലം ടയർ ഓൾറെഡി പുതിയ ടയറാണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ ടയർ റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഓടിക്കാനൊരു സ്മൂത്ത്നെസ് കിട്ടാത്തൊരു കണ്ടീഷൻ വരും. തൽക്കാലം നമുക്ക് ടയർ ഇത് തന്നെ യൂസ് ചെയ്യാം. ഫ്രണ്ടിലത്തെ ടയർ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. ഞാനൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മാറ്റി ഇട്ട് നോക്കാം. പക്ഷേ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. വെട്ടൽ സൗണ്ട് ഫ്രണ്ട് വെട്ടൽ ശരിക്കും ഫ്രണ്ടിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ജസ്റ്റ് വണ്ടി ഓടിച്ചിട്ട് ഹാൻഡിൽ ചെറുതായിട്ടൊന്ന് ഹാൻഡിൽ ഒന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഷിവറിങ് ഫ്രണ്ടിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി ഇട്ട് നോക്കാം. 100% സക്സസ് ആവുമെന്ന് അറിയില്ല. കാരണം ബാക്കിൽ ലോഡായിട്ട് കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ആ ടയർ ഫ്രണ്ടിലേക്ക് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആവണമെന്നില്ല. പക്ഷേ നേരെ മറിച്ച് ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ നമുക്ക് ബാക്കിലേക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ 10 ഇഞ്ച് സൈസിനാണ് ഫ്രണ്ടും ബാക്കും തന്നെ. അത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നുണ്ടായുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം, നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നോക്കി കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്ത് വിടാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ വലിയ പഴക്കമായിട്ടില്ല. കമ്പനി ഫിൽറ്റർ തന്നെയാണ് ഇത് കിടക്കുന്നത്, ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു. ക്രാങ്ക് ഷാഫ്റ്റ് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിലായാലും ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പിന്നെ അതിൻ്റെ ക്ലച്ചിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെയാണത്, റോഡർ കാര്യങ്ങൾ നിലവിൽ നോർമലാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഈ പീസ് സെറ്റ് സ്ലൈഡർ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ വീൽ ഇവിടെ നോക്കുമ്പോൾ ഈ ബുഷുകൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ അടിപ്പെട്ടിട്ടുണ്ട്. ശരിക്കും വന്നാൽ ഷെയ്ക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട്. അത് ഇനി കിടക്കും തോറും അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ വീലുകൾ ഡാമേജ് വരും. അപ്പോൾ എനിക്ക് 100 രൂപ താഴെ നമുക്ക് അതിന് കോസ്റ്റ് വന്നുള്ളൂ. അത് കൈയോടെ മാറ്റി കളയാം. പിന്നെ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ്. പിന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മളൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഷിവറിങ് നമുക്ക് ഫ്രണ്ട് കാണിക്കുന്നുണ്ടാവും. അതായത് വണ്ടി എടുക്കണ സമയത്ത് ആക്സിലേറ്റർ കുറച്ച് സ്പീഡ് കുറച്ചിട്ട് എടുക്കുമ്പോൾ ഒരു കുടച്ചിൽ പോലെ ഫ്രണ്ടിൽ നിന്ന് വരുന്നുണ്ട്. അതൊന്ന് ക്ലച്ചിനകത്ത് വരുമ്പോഴത്തേക്കും ക്ലച്ച് ക്ലിയറായിട്ട് പിടിക്കാണ്ട് വരുമ്പോഴുള്ള പ്രശ്നമുണ്ട്. തന്നെയല്ല ഫ്രണ്ടിലെ ബുഷും കംപ്ലൈൻറ്റ് വരുമ്പോൾ അത് ഹൈ ലെവലിൽ നമുക്ക് അതുമ്പോൾ ഫ്രണ്ടിൽ ഫീൽ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു. ചോക്ക് കേബിളൊക്കെ വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിളും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഓപ്പൺ വാഷിങ് നമുക്ക് അത്യാവശ്യമാണ്, കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നീറ്റായിട്ട് നമുക്കൊന്ന് കഴുകാനായിട്ട് പറ്റും. അപ്പോൾ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്കത് പെയിൻറ്റ് ടച്ച് ചെയ്ത് പോകാം. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഇപ്പോൾ നിലവിൽ നമുക്കില്ല. അതായത് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് നിലവിൽ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കാർബറേറ്റർ നമ്മൾ അഴിക്കുന്നില്ല. കാരണം കാർബറേറ്റർ ശരിക്കും ജനറൽ സർവീസിൽ വന്നവർക്കല്ല, നമ്മൾ അഡീഷണൽ ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ തൽക്കാലം വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള കാരണം ബാറ്ററിയുടെയാണ് പ്രശ്നം കേട്ടോ. ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ്. ജസ്റ്റ് ഞാൻ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. നമുക്കതിനകത്ത് നോക്കുമ്പോൾ ഹോണും ഇൻഡിക്കേറ്ററൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും, അതിനുള്ള വോൾട്ട് കറക്റ്റ് ഇതിനകത്തുണ്ട്. പക്ഷേ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ബാറ്ററിക്ക് കൃത്യമായിട്ട് ലോഡ് എടുക്കുന്ന സമയത്തും കറക്റ്റ് വോൾട്ടും കിട്ടണം, ആംബിയറും ഉണ്ടാവണം. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ലോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ചെയ്യുന്ന സമയത്ത് വോൾട്ട് പോകണുണ്ടോ 5.326 റേഞ്ചിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും 8.5 വോൾട്ടിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ 8.5 വോൾട്ടിൽ താഴേക്ക് പോയാൽ തന്നെ ഡാമേജ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 9.5 വോൾട്ടൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ചാർജ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് വന്നത് 5 പോയിൻറ്റ് സംതിങ്ങാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും ചാർജ് ചെയ്താൽ പോലും നമുക്ക് കിട്ടാത്തൊരു കണ്ടീഷനായിരിക്കും. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ പ്രോബ്ലം ശരിയാവുള്ളൂ. പിന്നെ ഫ്രണ്ടിലും ഇതേപോലെ തന്നെ അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളിയുണ്ട്. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതും കൂടി അഴിച്ചിട്ടാണ് കഴുകുള്ളൂ. അത് കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്ത് വിടാം.
പിന്നെയുള്ള കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ ബുഷ് സെറ്റുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. ഗ്രീൻ ബുഷൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓവലുണ്ട്, ഇത്രയും ഷെയ്ക്കിനകത്തുണ്ട്. അതും ഈ ടയറിൻ്റെ അലൈൻമെൻറ്റിൽ വേരിയേഷൻ വരാനായിട്ടൊരു റീസണാണ്. അപ്പോൾ ഇതിവിടെ ഇത്രയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടണം. കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ഈ ലിങ്കിൻ്റെ ബുഷിനും ഇത്ര പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ലിങ്ക് ബുഷും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റേണ്ട അത്യാവശ്യമാണ്. എന്നാലാണ് നമുക്ക് ഒരു പരിധി വരെ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു ഫ്രണ്ടിലത്തെ ടയർ കംപ്ലയിൻ്റ് ഉണ്ടെന്നുള്ള കേസ്. ഫ്രണ്ട് വെട്ടൽ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. നമ്മളിവിടെ നോക്കുമ്പോൾ ആ ടയറിൻ്റെ വലത് സൈഡ് നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ആ വെട്ടൽ കാര്യമായിട്ട് നമുക്ക് ഹാൻഡിലും അനുഭവപ്പെടാം. അപ്പോൾ നിലവിൽ ഞാനിപ്പോൾ നമുക്ക് ചെയ്യണ കേസ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ 4 നട്ട് അഴിച്ച് ഈ ഡിസ്കേപ്പാടി അഴിച്ച് ബാക്കിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ബാക്കിൽ വലിയ റൈറ്റ് സൈഡ് തേയ്മാനത്തിലാണ് അതും ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ എന്നാൽ പോലും ഇത്രയും വെട്ടൽ കാണിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടയർ ഞാൻ ഫ്രണ്ടിലേക്ക് സെറ്റ് ചെയ്തിട്ട് ഇത് റിമ്മാപ്പാടി ഡിസ്കേപ്പാടി തന്നെ അഴിച്ച് ബാക്കിലേക്ക് ഇട്ട് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഇതെന്തെങ്കിലും മാറ്റാറായി, നിസ്സാരം കൂടി ഓടാനുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ടയർ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ടയർ ഫ്രണ്ടിലിടാം. ഇനി അതല്ല മാറ്റുന്നില്ല എന്നാണെങ്കിൽ ഇത് ഞാൻ റൊട്ടേഷൻ ചെയ്തിടാം തൽക്കാലത്തേക്ക്. എന്നാൽ തന്നെയാണ് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ടൊരു സ്മൂത്ത്നെസ് ഉണ്ടാവുള്ളൂ. തന്നെയല്ല ഈ ടയർ പരമാവധി നമുക്ക് ഉപയോഗിച്ച് തീർക്കുകയും ചെയ്യാം. ഉപയോഗിക്കാനായിട്ടൊന്നുമില്ല, ഈ സൈഡൊക്കെ ഇത് എൻ്റെ എൻഡാണ്, ഈ സൈഡ് ഫുള്ള് തീർന്നു. ഇവിടെ നിസ്സാരം കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇനി അതല്ലെങ്കിൽ നമുക്ക് റൊട്ടേഷൻ ചെയ്ത് തന്നെയും നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാം അത്യാവശ്യം. പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്പാർക്ക് പ്ലഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പ്ലഗ് പുതിയ പ്ലഗ്ഗാണ്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റും പുതിയതാണ്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി, പക്ഷേ ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു 1200 കിലോമീറ്ററോളം നമുക്കിനി ഓടാനുണ്ട്. കാരണം 1800 കിലോമീറ്ററാണ് കഴിഞ്ഞ ഓയിൽ മാറ്റിയതിന് ശേഷം ഇപ്പോൾ 1800 കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു 1200 കിലോമീറ്റർ കൂടി ഓടിയിട്ട് നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റിയാൽ മതി. കാരണം 3000 കിലോമീറ്ററിലാണ് ശരിക്കും എഞ്ചിൻ ഓയിൽ മാറ്റേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ നേരത്തെ ചെയ്യേണ്ട. നേരത്തെ ചെയ്താലും നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നും പറയാം, പൈസ പോകുന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും. അപ്പോൾ എന്തെങ്കിലും ആ കിലോമീറ്ററായിട്ട് മാറ്റിയാൽ മതി. അത് ജസ്റ്റ് ഇപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റുന്നില്ല, നമ്മളത് ഓർമ്മയിൽ വെച്ചേക്കാം. ഒരു 1200 കിലോമീറ്റർ കൂടിയാണ് നമുക്ക് ഓടാനുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി കളഞ്ഞോളാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. എസ്റ്റിമേറ്റ് ഞാൻ ടയർ ഉൾപ്പെടുത്തുന്നില്ല. ഇനി അത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ടയറും കൂടി മാറ്റണം എന്നാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം. അതും കൂടി നമുക്ക് ആ ടയറിൻ്റെ എമൗണ്ടും കൂടിയാണ് അതിനകത്ത് ആഡ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ടയർ റൊട്ടേഷൻ ചെയ്ത് ഇപ്പോൾ ബാക്കിലുള്ള ടയർ ഫ്രണ്ടിലേക്ക് ഇടാം, ഫ്രണ്ടിലുള്ള ടയർ റിമ്മേപ്പാടി അഴിച്ച് തന്നെ ബാക്കിൽ റീസെറ്റ് ചെയ്തിടാം. 100% സക്സസ് ആയിരിക്കുമൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു വെട്ടൽ മാറും, വണ്ടി ഓടിക്കാൻ ഒരുവിധം സ്മൂത്തായി കിട്ടും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് എത്രയും ഉൾപ്പെടുത്തി ഞാൻ വാട്സാപ്പിനകത്ത് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരെ.